നമുക്കിന്നൊരു ക്രിസ്പി റൈസ് ബ്രെഡ് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ട് 4 മണിക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ കോഫിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു പാനിൽ നന്നായിട്ട് വെള്ളം 1 കപ്പ് വെള്ളം ഒഴിക്കുക. അതിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും നല്ല റെഡ് ചില്ലി പൗഡറും ഇട്ട് തിളപ്പിക്കുക. അതിനുശേഷം 1 കപ്പ് അരിപ്പൊടി ഇട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കൽ നിർത്തരുത്, കട്ട പിടിക്കും. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഈ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവം വരെ പാനിൽ നിന്ന് അതിങ്ങനെ വിട്ടുപോരും. ആ ഒരു പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഒരു ബൗളിലേക്ക് ഇടുക. അത് ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് സബോള കുരുകുരുന്ന് അരിഞ്ഞത്, പിന്നെ അതിലേക്ക് ഇതിൻ്റെ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട്ടിൽ സാധാരണ കാണുന്ന മല്ലിയില, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ലാസ്റ്റ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതാണ് പൊട്ടറ്റോ സ്മാഷ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് അതിനെ കുഴച്ച് കൊടുക്കുക. കുഴച്ച് നല്ലൊരു മയം വരണം അതിന് ശേഷം നമുക്ക് ഒരു ബേസിൽ എണ്ണ നന്നായിട്ട് തലോടിയിട്ട് ഈ ഒരു മാവ് എടുത്തിട്ട് അതിലേക്ക് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി കേട്ടോ. ഇതിൽ കഴിഞ്ഞു. പിന്നെ നമുക്കത് കയ്യിൽ തന്നെ കുറച്ച് എണ്ണയാക്കിയിട്ട് ഇത്തിരി കട്ടിയിൽ, ഒരു 1/2 ഇഞ്ച് കട്ടിയിൽ നമുക്കത് പരത്തി ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. റൗണ്ട് തന്നെ വേണമെന്നില്ല, സ്ക്വയറോ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം നമ്മൾ ഈ ബ്രെഡൊക്കെ സ്ലൈസ് എങ്ങനെ ഇരിക്കുക അതേപോലെ കത്തി വെച്ചിട്ട് സ്ലൈസ് ആക്കി എടുക്കുക. അതാ ഇതിൽ സിമ്പിളാണ്. ഒരു കുരിശാകൃതിയിൽ ആദ്യം മുറിക്കുക, പിന്നെ ജസ്റ്റ് അതിങ്ങനെ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ട് അങ്ങോട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഇത് എടുത്ത് പതുക്കേനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കൊരു അരിപ്പൊടി വെച്ചിട്ട് കണ്ട ബ്രെഡിൻ്റെ പീസ് ഇങ്ങനെ കഴിക്കണ പോലെ തോന്നും. അത്രയ്ക്കും ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രെഡ് പീസാണെന്ന് തോന്നുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹാവ് എ നൈസ് ഡേ.